മധ്യപൂർവേഷ്യയിൽ ഇസ്രായേലും ഹമാസ്, ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു വർഷത്തിലേക്ക് എത്തുമ്പോഴും ആർക്കും അവസാനിപ്പിക്കാനാകാതെ തുടരുകയും അതിതീവ്രമായ അടുത്ത ഘട്ടങ്ങളിലേക്ക് യുദ്ധം എത്തിച്ചേരുമെന്നും കൂടുതൽ രാജ്യങ്ങൾ ഇരുപക്ഷത്തും അണിനിരക്കും എന്നുമുള്ള വ്യക്തമായ സൂചനകൾ പുറത്തുവന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. അതുകൊണ്ടുതന്നെ താൽക്കാലിക വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തങ്ങളെ കാരണമില്ലാതെ ആക്രമിച്ച് തങ്ങളുടെ പൗരന്മാരുടെ ജീവന് വില പറഞ്ഞ ഹമാസ് തീവ്രവാദികളെ ഇനിയൊരു യുദ്ധത്തിന് ത്രാണിയില്ലാത്ത വിധത്തിലാക്കിയെങ്കിലും ലെബനീസ് ഹിസ്ബുള്ളകളെ നിർമൂലമാക്കാനുള്ള ഇസ്രായേലിന്റെ നിർണായക നീക്കം വലിയ ക്ഷീണമായി മാറിയിരിക്കുന്നത് ഇറാന് തന്നെയാണ്. ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഈ ഹിസ്ബുള്ള ഭീകരവാദികളെ ജന്മം കൊടുത്തതും അവരെ പാലൂട്ടി വളർത്തി ചോരക്കളിക്കിറക്കിയതും ഇറാനായതിനാൽ അടികൊള്ളുന്നത് ഹിസ്ബുള്ളകളാണെങ്കിലും വേദനിക്കുന്നത് ഇറാനായതിനാലാണ് ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ളകൾ ഒറ്റയ്ക്കല്ലെന്നും ഇസ്രായേലിനെതിരെ കൂടുതൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അണിനിരക്കും എന്നുമുള്ള സൂചനകളാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. യൂറോപ്പിലാകട്ടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം 2 വർഷത്തോളം എത്തിയിട്ടും ഒരു തീർപ്പിലും എത്താതെ തുടരുന്നതിനാൽ കടുത്ത പ്രതിസന്ധികളാണ് ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ അകത്തുകയറി ആക്രമിക്കാൻ പോകുന്ന മാരകശേഷിയുള്ള മിസൈൽ യുക്രൈന് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ അടക്കമുള്ള നാറ്റോയിലെ പ്രമുഖ രാജ്യങ്ങൾ രംഗത്ത് വന്നതോടെ മുന്നും പിന്നും നോക്കാതെ നടപടികൾക്കായി വ്ളാഡിമിർ പുടിൻ കരുക്കൾ നീക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ വന്നാൽ ഇറാനും റഷ്യയും ഉത്തരകൊറിയയും ചൈനയുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യവും മറുവശത്ത് നാറ്റോയിലെ രാഷ്ട്രങ്ങളും പോർമുഖത്ത് അണിനിരക്കും എന്നുമുള്ള സൂചനകൾ കൂടുതൽ ശക്തമാവുകയാണ്. യൂറോപ്പിലും പശ്ചിമേഷ്യയിലും നടമാടുന്ന ഈ 2 യുദ്ധങ്ങളും ലോകത്തെ സംഘർഷഭരിതമാക്കുമ്പോൾ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ അങ്ങേയറ്റം കൗശലവും നിറഞ്ഞ നീക്കത്തോടെ ചൈനയും രംഗത്ത് വരുന്നതോടെ ലോകവ്യാപകമായി യുദ്ധം വ്യാപിക്കുമെന്ന അവസ്ഥ സംജാതമാകും. നാറ്റോയിൽ അംഗങ്ങളായ രാജ്യങ്ങളുടെയെല്ലാം ശക്തമായ പിന്തുണ ഉണ്ടെങ്കിലും അതൊന്നും ഗൗനിക്കാത്ത ഇസ്രായേൽ യാതൊരു കൂസലുമില്ലാതെ തീവ്രവാദ സഖ്യങ്ങളെ തൂത്തുകോരാൻ മുന്നിട്ട് നീങ്ങുമ്പോൾ ഹമാസിനെതിരായുള്ള യുദ്ധത്തിനിടയിൽ പലവട്ടം തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ യമനീസ് തീവ്രവാദ ഗ്രൂപ്പായ ഹൂതികൾക്ക് ഇറാന്റെ ഇടനിലയിൽ കപ്പൽവേദ യാക്കോൻഡ് മിസൈലുകളും അതിന്റെ പരിശീലനവും റഷ്യ നൽകുന്നുവെന്ന വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്. ചെങ്കടലിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചരക്ക് കപ്പലുകൾക്ക് നേരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്ന ഹൂതികൾക്ക് ഈ ആയുധ സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ നാറ്റോ സഖ്യത്തെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. എന്നാൽ പശ്ചിമേഷ്യയാകെ സദാ ഉലാത്തുന്ന അമേരിക്കയുടെ ചാരക്കണ്ണുകളെ മറച്ച് നിരന്തരമായി തങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതികൾക്ക് റഷ്യ ആയുധം നൽകിയാൽ സ്പോട്ടിൽ അമേരിക്കയുടെ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അതും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളെ മാറ്റുവാനും സംരക്ഷിക്കുന്നതിനുമുള്ള വിപുലമായ പരിപാടികൾക്ക് നാറ്റോ സഖ്യം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നാറ്റോയുടെ ലോജിസ്റ്റിക്സ് കമാൻഡിന്റെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ അലക്സാണ്ടർ സോൾഫ്രാങ്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ-ലെബനോൻ സംഘർഷങ്ങളുടെ പിന്നാമ്പുറത്തും ഇത്തരം ആയുധ വ്യവഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മാത്രം പുറകിൽ മധ്യ ഇസ്രായേൽ ലാക്കാക്കി ഹൂതികൾ തൊടുത്ത ഹൈപ്പർസോണിക് മിസൈൽ വന്നു പതിച്ചത് ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്തായിരുന്നു. ഹൂതികളുടെ കയ്യിൽ യാക്കോൻഡ് മിസൈലുകൾ എത്തിയാൽ അത് മധ്യപൂർവേഷ്യൻ മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധനായ ഫാബിയൻ ഹിൻസ് പറഞ്ഞിരിക്കുന്നത്. ചെങ്കടലിലൂടെ ഒരു കപ്പൽ ചരക്കുകൾക്കും കടന്നുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഹൂതികളുടെ കളി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ടെന്നും അദാനി പോർട്സിനെ വരെ അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചെങ്കടലിലെ പ്രകോപനത്തിന് ഹൂതികൾക്ക് തക്ക തിരിച്ചടി നൽകാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ 20 രാഷ്ട്രങ്ങളുടെ നാവിക സഖ്യം രൂപീകൃതമായിട്ടുണ്ട്. ഏതായാലും യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും യുദ്ധങ്ങൾ ഉടനെയെങ്ങും തീരില്ലെന്നും അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്ന് ഇടും എന്നും ഉറപ്പായിരിക്കുകയാണ്. റഷ്യ നാറ്റോയ്ക്കെതിരെ കളത്തിലിറങ്ങിയാൽ കാര്യങ്ങൾ മുമ്പ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ഇടപെട്ടതുപോലെ ആയിരിക്കില്ലെന്ന് തന്നെയാണ് നാറ്റോയും വിലയിരുത്തുന്നത്.